ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമോ? അത് വലിയ ചോദ്യമാണ്. എത്ര സീറ്റിൽ ജയിക്കും? രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തൂക്ക് സഭ വരും, ഞങ്ങൾ 10-20 സീറ്റ് പിടിക്കുമെന്നൊക്കെയാണ്. പക്ഷെ അതിനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. പച്ചയ്ക്ക് പറയാം, പച്ചയ്ക്ക് തിന്നുക, പച്ചയ്ക്ക് പറയാ എന്നുള്ളതാണ്. 30 മുതൽ 33 സീറ്റിൽ വരെ കർശനമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ ഒരു 30-33 സീറ്റിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 20ഓളം സീറ്റുകളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കടുത്ത മത്സരം കാഴ്ചവെച്ചതിൽ ഒരു 9 സീറ്റുകളിൽ വിജയത്തിന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്കായിരിക്കും BJPക്ക് സീറ്റുകൾ നഷ്ടമാകുന്നത്. ചിലപ്പോൾ 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 9 വരെ പോകാൻ സാധ്യതയുണ്ട് BJPയുടെ സാധ്യത. ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ? ഇപ്പോഴും അപ്പർ ഹാൻഡ് വിചാരിക്കുന്ന ഒരു ഏകപക്ഷീയ അപ്പർ ഹാൻഡിൽ ഇപ്പോഴും പറയാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് നേമവും 2 പാലക്കാടുമാണ്. പാലക്കാട് ഒരു വലിയ അപ്പർ ഹാൻഡ് ശോഭാ സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ട്. അത് നിലനിന്നാൽ വേറെ പാരയും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്രാവശ്യം അസംബ്ലിയിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നേമത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖർ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 2 സീറ്റ് അങ്ങനെ വന്നു. മൂന്നാമത് തുല്യം മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് 50-50, 49-51 പോലുമല്ല, 50-50 മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ചെറിയൊരു അപ്പർ എഡ്ജുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. അവർ കൂട്ടിവച്ചിരിക്കുന്നത് 1000-1500 വോട്ടിനെങ്കിലും മുരളീധരൻ ജയിക്കുമെന്നാണ് അവർ കൂട്ടിവച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു 1500 എന്ന് പറഞ്ഞാൽ 750 മാറിയ കഥ മാറിയല്ലോ. അപ്പോൾ അവിടെ വലിയ മത്സരമാണ് CPM-ഉം BJP-യും തമ്മിൽ നടക്കുന്നത്. കഴക്കൂട്ടം. വട്ടിയൂർക്കാവിലും വലിയ മത്സരം നടക്കുന്നുണ്ട്. അതും പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് വട്ടിയൂർക്കാവും കൃത്യമായി മാറിയിട്ടുണ്ട്. പിന്നെ മാറി അപ്പോൾ എത്രയായി? തിരുവനന്തപുരം നിയമമായി, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. തിരുവനന്തപുരത്ത് 3 മണ്ഡലമാണ്. കരമന ജയൻ്റെ അവിടെയൊന്നും അങ്ങനെ ഒരു മത്സരമൊന്നുമില്ല. അത് CP ജോൺ ഏകപക്ഷീയമായി ജയിക്കാനാണ് സാധ്യത. 3 മണ്ഡലം കഴിഞ്ഞാൽ നമുക്ക് ചാത്തന്നൂര് നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. 2 പ്രാവശ്യമായി VB ഗോപകുമാർ അവിടെ വോട്ട് പിടിക്കുന്നുണ്ട്. ചാത്തന്നൂരും ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. നേരെ നമ്മൾ വെച്ച് പിടിച്ചാൽ പിന്നെ മണലൂർ, തൃശ്ശൂർ. മണലൂരിന് മുമ്പ് തൃശ്ശൂരുണ്ട്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുപോലെ തന്നെ മണലൂരിൽ അനീഷ് കുമാർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഞ്ചേശ്വരം 50-50യിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, മണലൂർ, ചാത്തന്നൂർ, പിന്നെ തിരുവനന്തപുരം വന്നാൽ 3 മണ്ഡലങ്ങൾ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നേമം. ഇങ്ങനെ ഒരു 8-9 മണ്ഡലങ്ങൾ. ഇതിനിടയിൽ പക്ഷേ പാല വരുമോ എന്നൊക്കെ ഉള്ള ചോദ്യമുണ്ട്. പാല പക്ഷേ എന്തായാലും അവിടെ ജോസ് കെ മാണി ജയിക്കാനാണ് സാധ്യത കാണുന്നതെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റേ ആൾ ജയിക്കും. എന്തായാലും ഷോൺ ജോർജ് വലിയ വോട്ട് പിടിക്കും. പക്ഷേ ഷോൺ ജോർജ് പിടിക്കും, അനൂപ് ആന്റണി വലിയ വോട്ട് പിടിക്കും. എന്നാലും മാത്യു ടി തോമസ് ജയിക്കാനാണ്. കാരണം അദ്ദേഹത്തിനൊരു ആന്റി ഇൻകംബൻസ് അവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ സഭക്കാരാണ് കൂടുതലും. ബന്ധുമിത്രാദികളും സഭക്കാരുമാണ്. മാർത്തോമ സഭക്കാരും ബന്ധുമിത്രാദികളുമാണ് കൂടുതൽ. അതുപോലെ മാത്യു ടി തോമസിന്, അതാണ് മാത്യു ടി തോമസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ എടുക്കാവുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള മണ്ഡലങ്ങൾ കൂടുതലില്ല. പക്ഷെ 10 സീറ്റ് ഈ BJP പിടിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ 130 സീറ്റ് 65-65 അല്ലെങ്കിൽ 70-65 എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയാൽ, 60 എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയാൽ തീർച്ചയായിട്ടും തൂക്കസഭ വരാനുള്ള സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറയുന്ന നടക്കും. പക്ഷേ ആ രാജീവ് ചന്ദ്രശേഖർ അത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ, കാരണം അവിടെ 10-13,000 വോട്ട് SDPIക്കുണ്ട്. ആ വോട്ട് സമ്പൂർണമായും മാറുന്നത് ശിവൻകുട്ടിക്കാണ്. അവർ പരസ്യമായി ശിവൻകുട്ടിക്ക് എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ കൊച്ചു കമ്മിറ്റികളെല്ലാം കമ്മിറ്റി കൂടി എല്ലാ വോട്ടും SDPIയുടെ ഓരോ വോട്ട് പോലും മറിഞ്ഞു പോകാതെ മുഴുവൻ വോട്ടും ശിവൻകുട്ടിക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നേമത്ത് കണ്ടത്. അതുപോലെ ശബരിനാഥ് എന്ന് പറയുന്ന ആളും കുറേ നായർ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്, ഈഴവ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പരമ്പരാഗതമായുള്ള കോൺഗ്രസ് മണ്ഡലമായിരുന്നു നേമം. ആ മണ്ഡലത്തിൻ്റെ അതിൻ്റെ ഒരു സാധ്യതയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നേമത്ത് പലവട്ടം കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പരമ്പരാഗതം എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ടല്ല, പക്ഷെ പലവട്ടം ജയിച്ചിട്ടുണ്ട്. BJP ജയിച്ചിട്ടുണ്ട്, O രാജഗോപാൽ, CPM ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേമം മണ്ഡലം ഒരു അവിശ്വസനീയമായ രീതിയിൽ ജാതി വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം കൺസോൾട്ടേഷൻ 2 ഭാഗത്തേക്കും CPM-നും കോൺഗ്രസിനും ഒരുപോലെ ഗുണം ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കൃത്യമായി ഇപ്പുറത്ത് അതിനനുസരിച്ചുള്ള കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് വന്നില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും ഒരു വാട്ടർലൂ ആകാൻ സാധ്യതയുണ്ട്. അപ്പോഴും പക്ഷേ
പിന്നെ പാലക്കാട് വളരെ കൃത്യമായി ഉയർന്നു തന്നെ നിൽക്കുന്നു. നിയമവും ഇപ്പോഴും ഉയർന്നാണ് നിൽക്കുന്നത്, സേഫ് സോണിലാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 7, 8, 9 സീറ്റുകളിൽ വളരെ കർശനമായ മത്സരം നടക്കുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം. BJP അക്കൗണ്ട് തുറന്നാലും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് അതിനിർണായകമാണ്. പക്ഷെ അതേസമയം BJP ഒരു 4-5 സീറ്റ് കൂടെ പിടിച്ചാൽ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ BJP ഉറപ്പിച്ചു അവരുടെ സ്ഥാനമെന്ന് വളരെ കൃത്യമായി പറയാൻ പറ്റും. അതുപോലെ തന്നെ അഞ്ജലി നായർ 2020 ചക്ക ചിഹ്നത്തിൽ മത്സരിച്ച് തൃപ്പൂണിത്തറയാണെന്ന് തോന്നുന്നു. അഞ്ജലി നായർ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2020 ജയിക്കുമോ എന്നറിയില്ല. അവിടെ ജയിക്കാൻ കൂടുതൽ സാധ്യത UDFന്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ വലിയ ഹൈപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആതിര വലിയ ഹൈപ്പ്, പെരുമ്പാവൂരും പിന്നെ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പെരുമ്പാവൂര് UDF ജയിക്കാനാണ് സാധ്യത. ഞാൻ പറഞ്ഞത് 2020യും മോശമല്ലാത്ത അഖിൽ മാരാർ അത്ര വലിയൊരു സംഭവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഉമാ തോമസ് പാട്ടുംപാടി ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി ഒരു 0 മുതൽ 9 സീറ്റ് വരെ കൃത്യമായി 0 മുതൽ 9-നേക്കാൾ കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ 2 മുതൽ 9 വരെ സീറ്റ് BJP പിടിക്കാനുള്ള വലിയ സാധ്യതയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓരോ മണ്ഡലമായിട്ട് എടുത്ത് ഇപ്പോൾ പാലക്കാട് മണ്ഡലം എടുത്താൽ അവസാന ദിവസത്തെ ഈ കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയൊരു ഹിച്ച്, അത് പക്ഷേ തെരഞ്ഞെടുപ്പിലൊന്നും വലുതായിട്ട് ആളുകളെ ഒന്നും ബാധിച്ചിട്ടില്ല. കാരണം അത് കൃത്യമായി അവിടെ വളരെ കൃത്യമായി ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തൃശ്ശൂരിൽ കർശനമായ വളരെ കടുകട്ടി മത്സരത്തിലേക്ക് തൃശ്ശൂർ മണ്ഡലം പോയിട്ടുണ്ട്. മണലൂരിൽ TN പ്രതാപനെ വെള്ളം കുടിപ്പിക്കുന്ന നിലയിൽ കൃത്യമായി അവിടെ BJP കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 9ഓളം മണ്ഡലങ്ങളിൽ BJP അതിശക്തമായ സാന്നിധ്യം കാണിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്തും വലിയ സാന്നിധ്യമാണ് കാണിക്കുന്നത്. പക്ഷെ മഞ്ചേശ്വരത്ത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം കൺസോൾട്ടേഷൻ വല്ലാതെ അപ്പുറത്ത് വന്നാൽ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരും എന്തായാലും. പിന്നെ കാട്ടാക്കട വലിയ വോട്ട് പിടിക്കും കൃഷ്ണദാസ്, പക്ഷെ ജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അവിടെ പിന്നെ MR ബൈജുവിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിന്റെ. അങ്ങനെ വളരെ വലിയ മണ്ഡലം, നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട BJPയുടെ ആളുകൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഒരു ഓട്ടപ്രദർശനം നടത്തി. ആ ഓട്ടപ്രദർശനത്തിൽ 9 മണ്ഡലങ്ങൾ BJP പിടിച്ചാൽ കേരള രാഷ്ട്രീയം പിന്നെ BJP തീരുമാനിക്കും.